ഹലോ, ഇറ്റ്സ് മീ ആദി. അപ്പോൾ ഇന്നൊരു പുതിയൊരു ട്രിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. ഓട്ടോഡെസ്ക് ഉപയോഗിക്കുന്ന 99% ആളുകൾക്കും അറിയാത്തൊരു ട്രിക്കാണ്. എന്താണ് ഈ ട്രാൻസ്പെറൻസി ലോക്ക് എന്നുള്ളത്? ഓക്കെ, ഞാനിപ്പോൾ ഓട്ടോഡെസ്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊരു സർക്കിൾ ഷേപ്സ് ടൂൾ എടുത്തിട്ട് ഒരു സർക്കിൾ വരയ്ക്കുകയാണ്. ഓക്കെ, അതിൽ ഓവൽ ടൂൾ എടുത്തു, ജസ്റ്റ് ഒരു സർക്കിൾ വരച്ചു. അത് ഞാൻ വരച്ചിരിക്കുന്ന ഓറഞ്ച് കളർ ചൂസ് ചെയ്തിട്ടാണ്. എന്നിട്ട് ഞാൻ പെയിൻറ്റ് ബക്കറ്റ്, അതായത് ഫില്ല് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒരു ക്ലിക്ക് ചെയ്യുകയാണ് അതിൻ്റെ ഉള്ള, എന്നിട്ട് ഫില്ല് ചെയ്തു. ഇപ്പോൾ ഓറഞ്ച് കളർ ഫില്ല് ചെയ്തു. ഇനി എനിക്ക് ഇതിലെ ലൈറ്റും ഡാർക്കും ഷെയ്ഡ്സ് കൊണ്ടുവരണം. ആക്യുറേറ്റ് ആയിട്ട് ആ റൗണ്ടിന് പുറത്ത് പോകാത്ത രീതിയിൽ എനിക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ഞാൻ യെല്ലോ കളർ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓറഞ്ചിൻ്റെ ഏകദേശം ലൈറ്റ് വരുന്നത് ഒരു യെല്ലോ കളറാണ്, യെല്ലോ. പക്ഷേ എങ്ങനെ വരച്ചാലും നമ്മൾ ആ സർക്കിളിന് വിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോഴാണ് നമുക്ക് ട്രാൻസ്പെറൻസി ലോക്കിൻ്റെ യൂസ് വരുന്നത്. നോക്കാം, കണ്ടോ, ലെയറിൽ ഒരു ലോക്കിൻ്റെ ഒരു ചിഹ്നം കാണാം. അത് ഞാനിപ്പോൾ ലോക്ക് ചെയ്തു. ഇനി നോക്കാം നമുക്ക് വരച്ച്, കണ്ടോ. അതായത് നമ്മൾ എന്ത് ഒബ്ജക്റ്റാണ് ഫോക്കസ് ചെയ്യുന്നത്, ഏത് ലെയറിനാണ് ഫോക്കസ് ചെയ്യുന്നത്, ആ ലെയർ ട്രാൻസ്പെറൻസി ലോക്ക് ഇട്ടാൽ നമുക്ക് അതിൽ ആ ലെയറിൻ്റെ ഔട്ടർ വിട്ട് പോകാത്ത രീതിയിൽ നമുക്ക് ഷെയ്ഡ് ചെയ്യാം, കളർ ഫില്ല് ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇപ്പം ഞാൻ ലൈറ്റ് കളർ കൊടുത്തു. ഇനി ഞാൻ കുറച്ചും കൂടിയും ഡാർക്ക് കളർ, അതായത് മുകളിൽ ലൈറ്റും അടിയിൽ ഞാനൊരു ഡാർക്ക് കളറുമാണ് ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഡാർക്ക് കളറും കൂടിയും കൊടുത്തു, കണ്ടോ. അതായത് ഔട്ടർ വിട്ട് പുറത്തേക്ക് പോകുന്നില്ല. ഓക്കെ, എന്നിട്ട് ഞാൻ സ്മഡ്ജ് ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്തു. സ്മഡ്ജ് ചെയ്യുമ്പോഴും പുറത്തേക്ക് പോകുന്നില്ല. നമ്മൾ ഈ സർക്കിളിനെയാണ് ലോക്ക് ചെയ്തേക്കുന്നത്, ട്രാൻസ്പെറൻസി ലോക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ എന്ത് വേണമെങ്കിലും വരയ്ക്കാം, കളർ ചെയ്യാം. പുറത്ത് അതിൻ്റെ റൗണ്ട്, ഇപ്പോൾ സർക്കിളാണെങ്കിൽ അതിൻ്റെ ഔട്ടർ വിട്ട് പോകുന്നില്ല. അപ്പോൾ ട്രാൻസ്പെറൻസി ലോക്കിൻ്റെ ഉപയോഗം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഹെയർ ഹൈലൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഇപ്പോൾ ഞാൻ ഇറേസർ ക്ലിക്ക് ചെയ്തു. ട്രാൻസ്പെറൻസി ഈസ് ലോക്ക്ഡ്, ഇറേസർ എഫക്റ്റ് ചെയ്യില്ല എന്നാണ് പറയുന്നത്. അതായത് ഇറേസ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റിന് മാത്രം വേണമെങ്കിൽ നമുക്ക് വരയ്ക്കാം, ഏത് ടൂൾ വേണമെങ്കിലും യൂസ് ചെയ്യാം. ട്രാൻസ്പെറൻസി ലോക്ക് ഫോക്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ലെയറിൽ എന്താണ് ഉൾക്കൊണ്ടിട്ടുള്ളത് അത് ട്രാൻസ്പെറൻസി ലോക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലെന്ത് വേണമെങ്കിലും വരയ്ക്കാം. ഈ മുമ്പ് ഞാൻ വരച്ചൊരു വർക്ക് എടുത്തിട്ട് എങ്ങനെ ട്രാൻസ്പെറൻസി ലോക്ക് എഫക്റ്റ് ചെയ്യും അതിലെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഞാനിപ്പോൾ അത് ലോഡ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ജസ്റ്റ് ഒരു കോൺസെപ്ച്വൽ പോസ്റ്റർ മുമ്പ് ചെയ്തതാണ്. ഇനി ഇതിലെങ്ങനെ അത് വർക്കൗട്ട് ആക്കാം എന്ന് നമുക്കൊന്ന് നോക്കാം. ഏകദേശം ഹ്യൂമൻ അല്ലെങ്കിൽ ഫിഗറിലേക്ക് ലൈറ്റ് വരുന്ന രീതിയിൽ നമുക്ക് കളർ കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് ഈ ട്രാൻസ്പെറൻസി ലോക്ക് നമുക്ക് എഫക്റ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ കാണിക്കുന്നത്, ഒരു പിക്ചറിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യാം എന്നുള്ളത്. ഓക്കെ, ഞാനിപ്പോൾ ഒരു എയർ ബ്രഷ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ന്യൂ ലെയർ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് യെല്ലോ എടുക്കുകയാണ്. ഒരു യെല്ലോ ലൈറ്റ് പോലെ വരയ്ക്കണം. ഇനി നമുക്ക് ദുൽഖർ സൽമാൻ്റെ ബോഡിയിലേക്ക് ലൈറ്റ് അടിക്കുന്ന പോലെ ജസ്റ്റ് ലൈൻസ് ഇട്ടിട്ട് വരച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമുക്കിതിനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം, കാരണം ലൈറ്റ് എഫക്റ്റ് കിട്ടണമല്ലോ. ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ബ്ലെൻഡ് ബ്രഷ് അല്ലെങ്കിൽ ബ്ലെൻഡ് പെന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ഇതിൽ ബ്ലെൻഡ് പെന്ന് അല്ലെങ്കിൽ ബ്ലെൻഡ് ബ്രഷ് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ സ്മഡ്ജ് പെന്നാണ് എടുത്തിരിക്കുന്നത്. സ്മഡ്ജ് പെന്ന് എടുത്തിട്ട് അതിൻ്റെ സൈസ് കൂട്ടി, എന്നിട്ട് അതിൻ്റെ ഫ്ലോ ഏകദേശം ഒരു 10 ഇട്ടിട്ട് അതിനെ സ്മഡ്ജ് ചെയ്യുകയാണ്. ജസ്റ്റ് സ്മഡ്ജ് ചെയ്തു. ഓക്കെ, ജസ്റ്റ് നന്നായി സ്മഡ്ജ് ചെയ്തെടുത്താൽ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ലൈറ്റ് അടിക്കുമ്പോൾ നമ്മളുടെ ഫേസിലും അതുപോലെ തന്നെ ആ കാണുന്ന യൂണിഫോം, ഇപ്പോൾ ഒരു പോലീസ് യൂണിഫോം ആണെങ്കിൽ അതിലും അതേപോലെ തന്നെ എഫക്റ്റ് ആവണം. അപ്പോൾ അങ്ങനെ എഫക്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എൻ്റെ ലെയർ ശ്രദ്ധിച്ചാൽ കാണാം, ബാക്ക്ഗ്രൗണ്ട് ഒരു ലെയർ, ദുൽഖറിൻ്റെ ഫിഗർ വരച്ചേക്കുന്ന ഒരു ലെയർ, നമ്മളിപ്പോൾ ലൈറ്റ് വരച്ചേക്കുന്ന ഒരു ലെയർ. ഇപ്പോൾ ഞാൻ ദുൽഖറിൻ്റെ ഫിഗർ അതായത് ബോഡിയിലാണ് ലൈറ്റ് അടിക്കുന്ന ഒരു ഷെയ്ഡ്സ് കൊണ്ടുവരേണ്ടത്. അപ്പം ഞാൻ ആ ദുൽഖറിൻ്റെ ഫിഗർ വരച്ചേക്കുന്ന ലെയർ ട്രാൻസ്പെറൻസി ലോക്ക് ചെയ്യുകയാണ്. കണ്ടോ, ലോക്ക് ചെയ്തിട്ട് അതിൽ ലൈറ്റ് അടിക്കുന്ന പോലുള്ള ഷെയ്ഡ്സ് യെല്ലോ വെച്ച് തന്നെ ഞാൻ ഷെയ്ഡ്സ് കൊടുക്കുകയാണ്. ഫിഗറിലും ബോഡിയിലൊക്കെ ഷെയ്ഡ്സ് കൊടുക്കുകയാണ്. അപ്പോൾ
നമ്മൾ ആ ഫിഗറിൻ്റെ ഔട്ടർ വിട്ട് പുറത്തേക്ക് പോകുന്നില്ല. അപ്പോൾ നമുക്ക് ഇതേപോലെ ഹൈലൈറ്റ് ചെയ്യാനൊക്കെ ഈ ട്രാൻസ്പെറൻസി ലോക്ക് യൂസ്ഫുള്ളായിരിക്കും. കണ്ടോ, ഇതുപോലെ ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് വരച്ചു കൊടുക്കാൻ എളുപ്പമായിരിക്കും. ട്രാൻസ്പെറൻസി ലോക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും. കൂടുതൽ പേർക്ക് അറിയാത്തൊരു ട്രിക്ക് അല്ലെങ്കിൽ ഒരു ഓപ്ഷനാണ് ഈ ട്രാൻസ്പെറൻസി ലോക്ക് എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് അതൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഓവറായിട്ട് കൂടുതലായിട്ട് ലൈറ്റ് അടിക്കുമ്പോൾ യെല്ലോനേക്കാളും കുറച്ചും കൂടി ലൈറ്റ് ആയിട്ടുള്ള കളർ വൈറ്റാണ് വരിക. അപ്പം നമുക്ക് ജസ്റ്റ് വൈറ്റും കൂടി ഒന്ന് റീടച്ച് കൊടുക്കുക. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. സ്മഡ്ജ് പെൻ തന്നെ യൂസ് ചെയ്തിട്ട് എന്തായാലും നമ്മൾ വരച്ച ഇത് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ അതിനൊരു റിഫ്ലക്ഷന് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ലൈറ്റിങ്ങിന്. ഓക്കെ, കാരണം ഇപ്പോൾ യെല്ലോ ആണ് ലൈറ്റ് വന്നിരിക്കുന്നത്. യെല്ലോൻ്റെ പിന്നെയും കുറച്ചും കൂടി ലൈറ്റ് കളർ എന്ന് പറഞ്ഞാൽ പ്യുവർ ലൈറ്റാണ്. അപ്പോൾ ചില ഭാഗങ്ങൾ നമ്മൾ നേരത്തെ ലൈറ്റിങ് ദുൽഖറിൻ്റെ ഫേസിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് അടിക്കുന്ന ലൈറ്റ് വരച്ച് സ്മഡ്ജ് ചെയ്തു. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഗ്രേഡ് കൂടിയ ലൈൻസ് കാണാം. അപ്പോൾ അതിൻ്റെ നേരെ വരുന്നിടത്ത് ജസ്റ്റ് പ്യുവർ ലൈറ്റ് ഒന്ന് പ്യുവർ വൈറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി ഭംഗിയിൽ കിട്ടും. ഓക്കെ, എനിക്കിപ്പോൾ പിക്ചർ കാണാം. അപ്പോൾ ഇതുപോലുള്ള എഫക്ട്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ട്രാൻസ്പെറൻസി ലോക്ക് കൊണ്ട് യൂസ്ഫുള്ളായിട്ട് ചെയ്യാം. പിന്നെ ഇതുപോലെ നമുക്ക് ഷെയ്ഡ്സ് അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സ് ഷേഡോ കാര്യങ്ങളൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് ആ ഒരു ലെയർ ഏത് ലെയറിലാണോ നമുക്ക് ഷേഡോ കൊണ്ടുവരേണ്ടത് അല്ലെങ്കിൽ ലൈറ്റ് കൊണ്ടുവരേണ്ടത് ആ ലെയർ ആ വരച്ചിരിക്കുന്ന ആ ലെയറിനെ ട്രാൻസ്പെറൻസി ലോക്ക് എന്ന ഒരു ഓപ്ഷനിൽ കൂടെ നമുക്ക് ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ട്രാൻസ്പെറൻസി ലോക്ക് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ കാത്തിരിക്കുക. താങ്ക് യു സോ മച്ച്.